നമസ്കാരം. അപ്പം എൻ്റെ പേര് അശോകാണ്. അപ്പം ഞാൻ എന്തായിരുന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മുടെ ഓയിൽ റെഗുലർ നമ്മുടെ യൂസിന് നോർമലി എല്ലാവരും ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ പോയി കഴിഞ്ഞാൽ സിസ്മ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും നല്ലെണ്ണ യൂസ് ചെയ്യുന്നുണ്ട് കുക്കിങ്ങിനൊക്കെ. അപ്പം നമ്മൾ റെഗുലർ യൂസ് ചെയ്യുന്ന ഓയിൽ ഹെൽത്തിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയാണ്. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതൊരു ചെറിയ പിന്നെ ചില ഹെൽത്തി അല്ല, സോറി. അപ്പം അത് എങ്ങനെയാണ് അൺഹെൽത്തി ആവുന്നത്? ചില ഓയിൽ വന്നിട്ട് നമുക്ക് കൂടുതൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് തരുന്നുണ്ട്. അപ്പം അത് ഡയറ്റിനൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ചീത്തായിട്ടുള്ള കൊളസ്ട്രോൾ നമുക്ക് തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓയിൽ നമുക്ക് മാർക്കറ്റിലുണ്ട്. പക്ഷെ അത് നമുക്ക് വല്ലപ്പോഴും വീക്കിലി ഒന്നൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ റെഗുലർ യൂസിന് അതിപ്പം സിറ്റുവേഷനിൽ അത് ഡേഞ്ചറാണ്. അപ്പം നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ, പിന്നെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, പിന്നെ നമ്മുടെ സെസ്മി ഓയിൽ, പീനട്ട് ഓയിൽ, പിന്നെ റൈസ് ബാൻഡ് ഓയിൽ. അപ്പോൾ എല്ലാവിധ സീഡിൽ നിന്നും എല്ലാ തരം സീഡിൽ നിന്നായാലും അതിൻ്റെ ഫ്ലവർ സീഡ്സിൽ നിന്ന് തന്നെ നമുക്ക് ഓയിൽ എടുക്കും. സൺഫ്ലവർ സീഡ്സിലാവട്ടെ, പീനട്ടിലാവട്ടെ, പിന്നെ മസ്റ്റർഡ് സീഡ്സിലാവട്ടെ, എല്ലാ സീഡ്സിൽ നിന്നാണ് ഓയിൽ വരുന്നത്. മോസ്റ്റ്ലി വെജിറ്റബിൾ ഓയിൽ, കോക്കനട്ട് ആയാലും കോക്കനട്ടിൻ്റെ ഫ്രൂട്ടിൻ്റെ അതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്തതിന് വരുന്ന ഓയിലായതുകൊണ്ടാണ് ഓയിൽ വരുന്നത്. അപ്പം എന്തുമാത്രം അത് ഗുണമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഓയിൽ ഒരു പരിധി വരെ അതിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഈ വിധ ഓയിലുകളെല്ലാം ഒരു 3 ഓയിൽ പോയിട്ട് ബാക്കി വിധ എല്ലാ ഓയിലുകളും ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള കാലം 3 ഓയിലും അതിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ കുറവാണ്. നോർമലി വരുന്നത് 350 ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ ഈ 3 ഓയിൽ ഞാൻ പറയാൻ പോകുന്ന ഈ 3 ഓയിലും വരുന്നത് എബോവ് 405, 410 ഒക്കെയാണ്. മനസ്സിലായി? അപ്പോൾ ഏതൊക്കെ ഓയിലാണ് നമ്മൾ നോക്കാം. അപ്പോൾ ഏതൊക്കെ ഓയിൽ എന്ന് പറഞ്ഞാൽ, ഒലിവ് ഓയിലുണ്ട് ഒന്ന് ഫസ്റ്റ്. പിന്നെ അതിനകത്ത് 3-4 ടൈപ്പ് ഉണ്ട്. എക്സ്ട്രാ വിർജിൻ ഉണ്ട്, പിന്നെ നോർമൽ ഒലിവ് ഓയിലുണ്ട്. പിന്നെ ബാക്കി അല്ലാതാണെന്ന് പറഞ്ഞാൽ സബ്ഫ്ലവർ ഓയിലുണ്ട്. അത് സബ്ഫ്ലവർ സീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ കനോല ഫ്ലവർ സീഡ്സ് ഓയിലുണ്ട്. അപ്പം കനോല ഓയിൽ, അത് ഹിന്ദിയിലാണ് സർസോക്കി തേൾ എന്ന് പറയും ഇന്ത്യയിൽ. അപ്പോൾ ഈ 3 ഓയിലാണ് നമുക്ക് റെഗുലർ യൂസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാ ഓയിലും ഒന്ന് വല്ലപ്പോഴേക്ക് കഴിക്കാം. ഹെൽത്തി ആയിട്ട് കോൺഷ്യസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഹെൽത്തി ആയിട്ട് ഇപ്പം ഭയങ്കര ഫുഡി ആയിട്ടുള്ള ആൾക്ക് ഡെയിലി നമുക്ക് കഴിക്കണം ഒരുവിധം പരിധി വരെ നമുക്കത് ഈ ഓയിൽ, ഈ കനോലയും പിന്നെ സഫ് ഓയിലും പിന്നെ നമ്മുടെ ഒലിവ് ഓയിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഹെൽത്തി ആയി ഇരിക്കാൻ പറ്റും. മനസ്സിലായി? അപ്പം ഈ ഇൻഫർമേഷൻ പറ്റുമെങ്കിൽ കേൾക്കുക. അപ്പം വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ബൈ ബൈ.